ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം വ്യാഴാഴ്ചയും ബ്രഹ്മകലശവും സഹസ്ര കലശാഭിഷേകം വെള്ളിയാഴ്ചയും നടക്കും. ഈ 2 ദിവസങ്ങളിലും ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണങ്ങളുണ്ടാകും. ക്ഷേത്രത്തിൽ പൂജകൾ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് ക്ഷേത്രം നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഹോമകുണ്ഡമൊരുക്കി തന്ത്രി നമ്പൂതിരിപ്പാട് നാഡീ സന്താന പൂജ നടത്തിയ ശേഷം ഭഗവാന് തത്വകലശാഭിഷേകം നിർവഹിക്കും. ഉച്ചപൂജയും തന്ത്രി നിർവഹിക്കും. രാത്രി തൃപ്പുകയ്ക്ക് ശേഷം തന്ത്രി അനുജ്ഞ ചടങ്ങ് നടത്തും. വെള്ളിയാഴ്ച നടക്കുന്ന അതിപ്രധാനമായ ബ്രഹ്മകലശത്തിനായി ശ്രീഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ. കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ 1000 കുംഭങ്ങളിൽ ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും. മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന ചടങ്ങിനു ശേഷം വെഞ്ചാമരം, മുത്തുക്കുട, ആലവട്ടം, നാദസ്വരമടക്കമുള്ള വാദ്യങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. മേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രം ഓദിക്കൻ കുംഭേശകലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യും. ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി 8 ദിവസങ്ങളിലായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. തത്വകലശം, ബ്രഹ്മകലശം നടക്കുന്ന ദിവസങ്ങളിൽ പുലർച്ചെ 4 മുതൽ 11:30 വരെ ദർശന നിയന്ത്രണമുണ്ടാകും. കൊടിയേറ്റ ദിവസമായ ശനിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം ഭക്തർക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടാകില്ല.